ഇന്ന് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ പിറന്നാൾ മാത്രമല്ല കേട്ടോ. കാസർഗോഡ് ജില്ലയ്ക്കും ഇന്ന് 42ാം പിറന്നാളാണ്. 1984 മെയ് 24-നാണ് കണ്ണൂർ ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ വിഭജിച്ച കേരളത്തിലെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപീകരിച്ചത്. 42-ലെത്തി നിൽക്കുമ്പോഴും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ ഉൾപ്പെടെ സർവ്വരംഗത്തും കാസർഗോഡ് ജില്ല ഇന്നും ഏറെ പിന്നിലാണ്. 2013 നവംബറിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉക്കിനടുക്കയിൽ തറക്കല്ലിട്ട ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം ഇന്നും പൂർത്തിയായിട്ടില്ല. മെഡിക്കൽ കോളേജ് കേവലം OP ചികിത്സയുമായി ഒരു PHCയുടെ നിലവാരത്തിലുള്ള ചികിത്സാ കേന്ദ്രം മാത്രമാണ്. ജില്ലാ ജനറൽ ആശുപത്രികളിലും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും അസിസ്റ്റന്റ് സർജന്മാരും ഉൾപ്പെടെ 100-ലേറെ ഒഴിവുകളുണ്ട് ജില്ലയിൽ. +2 കഴിഞ്ഞാൽ മികച്ച വിദ്യാഭ്യാസം ലഭിക്കാൻ കർണാടകയിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. ആവശ്യമായ കോഴ്സുകളും ആവശ്യത്തിന് സീറ്റുകളുമില്ല. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകുന്നു. മെഡിക്കൽ കോളേജിൻ്റെ അടുക്കാണ് നമ്മൾ ജില്ലാ ഭരണകൂടം അത് പ്രത്യേക ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും അതേപോലെ തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തന്നെയാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ഫെസിലിറ്റീസ് ഉറപ്പുവരുത്താമെന്നുള്ളതാണ് അത് നോക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെയാണ്. നമുക്ക് ഗവൺമെൻറ് കോളേജസ് ഒക്കെ ഉണ്ട്. ഇനി പുതിയതായിട്ടുള്ള കോഴ്സുകൾ കൂടുതലായിട്ട് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പ്രപ്പോസൽസൊക്കെ നമ്മൾ കോളേജുകളും എല്ലാവരും കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നാണ് പുതുയുഗ യാത്രയിൽ VD സതീശൻ ഉറപ്പു നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.